പുതുതായി വരുന്ന പല സീരീസുകൾക്കും പഴയ സീരീസുകളുടെ നിലവാരമില്ല എന്ന ധാരണയിൽ ഞാൻ പഴയ സീരീസുകൾ തേടി കാണുമ്പോഴും പുതിയ സീരീസുകൾ കാണാൻ മടിക്കുന്നു. എന്നാൽ മേയർ ഓഫ് ഈസ്റ്റൗൺ കാണാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അതൊരു HBO സീരീസാണ്. സത്യത്തിൽ സീരീസുകളുടെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ HBO തന്നെയാണ് മുന്നിൽ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു HBOയുടെ അടുത്തെങ്കിലും എത്തണമെങ്കിൽ. പിന്നെ കേറ്റ് വിൻസ്ലെറ്റാണ് ഇതിലെ പ്രധാന കഥാപാത്രം. മൂന്നാമത്തെ കാരണം, ഇതൊരു മിനി സീരീസാണ്. അതുകൊണ്ട് ബിഞ്ച് വാച്ച് ചെയ്ത് കാണാം, പോരാത്തതിന് ക്യാൻസൽ ആവുമോ എന്ന പേടിയില്ല. എല്ലാറ്റിനുമുപരി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ജോണറാണ് ഈ സീരീസ്, ക്രൈം ത്രില്ലർ. ഇനി സീരീസിലേക്ക് വന്നാൽ, ഈസ്റ്റൗൺ എന്നൊരു ചെറിയ ടൗണിലെ ഒരു പോലീസ് ഓഫീസറാണ് മേയർ. മേയർ തൻ്റെ ജീവിതം മുഴുവൻ ജീവിച്ച ടൗൺ ആയതുകൊണ്ട് അവിടെ എല്ലാവരെയും അറിയാം. അവിടെ ഒരു പെൺകുട്ടി കാണാതായിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ മറ്റൊരു പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ കേസുകൾ അന്വേഷിക്കേണ്ട ചുമതല മേയറിനാണുള്ളത്. പക്ഷേ മേയറിൻ്റെ ജീവിതം അത്ര സുഖകരമല്ല. അത് എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. പോരാത്തതിന് കുറ്റവാളികളെന്ന് സംശയിക്കുന്നവർ എല്ലാം വളരെ പരിചയമുള്ളവർ. ടൗണിലെ ഓരോ വ്യക്തിയും സംശയത്തിൻ്റെ നിഴലിൽ. ബാക്കി കാര്യങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുക. ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ പ്ലസ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. ഒറ്റ വരിയിൽ കേൾക്കുമ്പോൾ പല സിനിമകളിലും കേട്ട ഒരു കഥ പോലെ തോന്നിയേക്കാം. എന്നാൽ ഈ സ്ക്രിപ്റ്റിൽ ഒരുപാട് ലെയറുകളുണ്ട്. സീരീസിൽ ഒട്ടും പ്രധാനമല്ല എന്ന് നമ്മൾ കരുതുന്ന സീനുകൾക്ക് പോലും പിന്നീട് വലിയ പേ ഓഫ് കിട്ടുന്നുണ്ട്. കൂടാതെ സീരീസിൽ ഒരുപാട് കഥാപാത്രങ്ങളും അവർക്കെല്ലാം കഥയിൽ സ്പേസുമുണ്ട്. നല്ല രീതിയിൽ ക്യാരക്ടർ ഡെവലപ്മെൻറ്റുമുണ്ട്. ഒരു മിസ്റ്ററി ത്രില്ലർ മൂഡിലാണ് സീരീസ് പോകുന്നത്. ഈ ടൗണും അവിടുത്തെ ആളുകളും അവരുടെ പ്രവൃത്തികളും എല്ലാത്തിലും ഈ ഒരു സസ്പെൻസ് എലമെൻ്റ് ഉണ്ട്. പൊതുവെ എനിക്ക് സ്ലീപ്പി ടൗണുകളിൽ നടക്കുന്ന ക്രൈം ത്രില്ലേഴ്സ് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ സീരീസ് അത്തരത്തിൽ വലിയ സംതൃപ്തി നൽകുന്നുണ്ട്. കാരണം ഈ ടൗൺ ഇതിലെ ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് തോന്നും. ഈ സ്റ്റോറി കൊണ്ടുപോകാൻ ഇതിലെ സ്ഥലങ്ങളും കാലാവസ്ഥയും എല്ലാം സഹായിക്കുന്നുണ്ട്. എനിക്ക് സീരീസ് കാണുമ്പോൾ കിട്ടിയ ഫീലിംഗ് ട്വിൻ പീക്സ് പോലെയുള്ള സീരീസിൻ്റെയും പ്രിസണേഴ്സ്, മിസ്റ്റിക് റിവർ പോലെയുള്ള സിനിമകളുടെയുമാണ്. സീരീസിൽ നമ്മെ പൂർണ്ണമായി പിടിച്ചിരുത്തുന്നതിൽ മേയർ എന്ന കഥാപാത്രത്തിൻ്റെ ഇൻഫ്ലുവൻസ് ചെറുതല്ല. അത്രയും പവർഫുൾ കഥാപാത്രമാണ് മേയർ. പവർഫുൾ കഥാപാത്രമാണ്, പക്ഷേ പവർഫുൾ വ്യക്തിയല്ല മേയർ. ഒരുപാട് വീക്ക്നെസ്സുകളുള്ള, ഗ്രേ ഷെയ്ഡുള്ള, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നല്ലതും ചീത്തയും ചെയ്യുന്ന ഫിസിക്കൽ മെൻ്റൽ ഡ്രോമകൾ ഡീൽ ചെയ്യുന്നൊരു കിടിലൻ ക്യാരക്ടർ. എത്ര അനായാസമായാണ് ഈ കഥാപാത്രത്തെ കേറ്റ് വിൻസ്ലെറ്റ് കൈകാര്യം ചെയ്യുന്നത് എന്നത് കണ്ടറിയേണ്ടത് തന്നെയാണ്. മേയറും അമ്മയും ചേർന്നുള്ള രംഗങ്ങളാണ് ഏറ്റവും നന്നായി തോന്നിയത്. കേറ്റ് വിൻസ്ലെറ്റിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നാണ് മേയർ എന്ന കാര്യത്തിൽ സംശയമില്ല. സീരീസിൻ്റെ ടെക്നിക്കൽ വശങ്ങളെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല. ഒരുപാട് ഗിമ്മിക്കുകളൊന്നും കാണിക്കാതെ ഒരു തരത്തിലും കഥയുടെ ഒഴുക്കിനെ ബാധിക്കാത്ത സിനിമോട്ടോഗ്രാഫി, വളരെ സീംലെസ് ആയ എഡിറ്റിംഗ്, മുഴച്ചു നിൽക്കാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഒരിക്കലും പ്രേക്ഷകനെ കഥയിൽ നിന്നും പുറത്തു കടക്കാൻ സമ്മതിക്കാതെ പിടിച്ചിരുത്തുന്ന സ്റ്റോറി ടെല്ലിംഗ്, നമ്മളിൽ നിന്നും ഒന്നും മറച്ചു വെക്കാതെ മേയറിനോടൊപ്പം നമുക്കും അന്വേഷണത്തിൽ പങ്കാളിയാവാമെന്നത് ഒരു നല്ല കാര്യമായി തോന്നി. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് ത്രില്ലർ പ്രതീക്ഷിച്ച് ദയവ് ചെയ്ത് ആരും ഈ സീരീസ് കാണരുത്. 1 മണിക്കൂർ ഡ്യൂറേഷനുള്ള 7 എപ്പിസോഡുകൾ ഉള്ളുവെങ്കിലും വേണ്ട ടൈം എടുത്താണ് കഥ പുരോഗമിക്കുന്നതും കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നതും. എങ്കിലും ആദ്യ എപ്പിസോഡ് നിങ്ങൾ ക്ഷമയോടെ കണ്ടാൽ പിന്നീട് നിങ്ങൾ നിർത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും നമ്മൾ കഥയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ആവുന്നു. അതേപോലെ സസ്പെൻസും കൂടി വരുന്നു. ഒരു പെർഫെക്റ്റ് ക്രൈം ത്രില്ലറിന് വേണ്ട എല്ലാം ഈ സീരീസിലുണ്ട്. വെറും അന്വേഷണം മാത്രമല്ലാതെ ഓരോ കഥാപാത്രത്തെയും നമുക്ക് പരിചയപ്പെടുത്തി അവരുടെ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കി തരുന്ന തിരക്കഥ. ഓരോ എപ്പിസോഡിൻ്റെ അവസാനവും വളരെ കണ്ണിങ് ആയി പ്ലേസ് ചെയ്ത ക്ലിഫ് ഹാങ്ങറുകൾ. എല്ലാത്തിനും പുറമെ ഒരു ഗംഭീര സസ്പെൻസുള്ള ക്ലൈമാക്സും. അടുത്തൊന്നും ഇത്രയും സംതൃപ്തി നൽകിയ എൻഡിങ് ഒരു ക്രൈം ത്രില്ലറിൽ നിന്ന് കിട്ടിയിട്ടില്ല. സ്ലോ ആണെന്ന് പറഞ്ഞ് ഇടയ്ക്ക് നിർത്തിയാൽ നല്ലൊരു അനുഭവം നഷ്ടമാവും. മേയർ ഓഫ് ഈസ്റ്റൗൺ ഒരു സ്ലോ പോയിസനാണ്, ഒരു ലക്ഷണമൊത്ത ക്രൈം ത്രില്ലർ. ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല.